ദ ഗ്രേറ്റസ്റ്റ് വാർ, ഏറ്റവും വലിയ യുദ്ധം ആരോടുള്ളതാണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണറോടുള്ളതാണോ? അല്ലെങ്കിൽ നിങ്ങളുടെ വീടിനകത്ത് തന്നെ നിങ്ങൾക്ക് നടക്കുന്ന നിങ്ങളുടെ സ്വത്ത് പങ്കുവയ്ക്കുമ്പോൾ നിങ്ങളെ പറ്റിക്കുന്ന നിങ്ങളുടെ സഹോദരങ്ങൾക്കെതിരെയുള്ളതാണോ? നിങ്ങളുടെ അയൽപ്പക്കക്കാരനെതിരെയുള്ളതാണോ? നിങ്ങളുടെ കൊളീഗിനെതിരെയുള്ളതാണോ? അല്ല. ഏറ്റവും മാരകമായ യുദ്ധം നമ്മൾ ചെയ്യുന്നത് നമ്മളോട് തന്നെയാണ്. നമ്മളിലെ പിശാചിനെ പിടിച്ചു കെട്ടാനുള്ള, അല്ലെങ്കിൽ നമ്മളുടെ ആന്തരികമായ സംഘർഷങ്ങളിൽ നമ്മൾ നമ്മളെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മളോട് തന്നെയുള്ള നമ്മുടെ യുദ്ധങ്ങളുണ്ട്. അതിനകത്ത് ചില ആത്മീയ വിഷയങ്ങളാണ് നമ്മളിന്ന് സംസാരിക്കാം. നമ്മുടെ തന്നെ ബ്ലഡിനോട് നമ്മൾ യുദ്ധം ചെയ്യുന്നു. സോ ബ്ലഡ് എന്ന് പറയുമ്പോൾ സിബിലിങ്സിനല്ല ഉദ്ദേശിക്കുന്നത്. എൻ്റെ ഉള്ളിലെ സ്വഭാവ തഴക്ക ദോഷങ്ങളോട് ഞാൻ തന്നെ യുദ്ധം ചെയ്യുന്ന ഒരവസ്ഥ. ഈശോയിൽ പ്രേമുള്ളവരെ, ഞാൻ കോൺവെന്റ് സ്കൂളിലാണ് പഠിച്ചത്. പലപ്പോഴും അവിടെ നിന്ന് കുറച്ച് കാര്യങ്ങൾ കേൾക്കും. എന്നിട്ട് ഞാൻ എൻ്റെ സാഹചര്യങ്ങളിലേക്ക് പോകുമ്പോൾ എനിക്കതൊന്നും മാച്ചായിട്ട് തോന്നില്ല. അതായത് എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും ഒരു ഉപദേശം കേട്ടത് കൊണ്ട് നമുക്കത് അപ്പം തന്നെ അഡോപ്റ്റ് ചെയ്ത്, ഓക്കെ ഇന്ന് മുതൽ നന്നാവാം. എല്ലാവരും പറഞ്ഞു നല്ല കുട്ടിയാണോ, ഓക്കെ ഇന്ന് മുതൽ നന്നായി, നാളെ മുതൽ നമുക്ക് നന്നാവാം. അങ്ങനെ പറ്റില്ല. നമ്മളതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളെ മനസ്സിലാക്കി എടുത്ത് പഠിച്ച് അതിൻ്റെ റൂട്ട് കോസ്, അതിൻ്റെ വേരിന് മരുന്ന് വയ്ക്കണം. എങ്കിൽ മാത്രമേ അതൊരു ചെടിയായിട്ട് വളരത്തുള്ളൂ. അതല്ലാതെ ഇലയിൽ പോയി മരുന്ന് വെച്ചിട്ട് കാര്യമില്ല എന്ന് പറയില്ലേ? അതുപോലെയാണ് നമ്മുടെ പോരാട്ടങ്ങൾ. നമ്മൾ എന്തിനെതിരെയാണെന്നുള്ളൊരു ബോധ്യം നമുക്ക് വേണം. അത് നമ്മുടെ തന്നെ തളക്ക ദോഷങ്ങൾക്കെതിരെയാണ്. നമ്മൾ അറിവില്ലാത്ത പ്രായത്തിൽ തന്നെ ചില തെറ്റുകളിൽ ചെന്നുപെടും. കാരണം അത് ഇറ്റ് ഈസ് ഇൻ അവർ ബ്ലഡ്, നമ്മുടെ ബ്ലഡിലുള്ള സംഗതി അത്. അപ്പം പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് നിന്റെ തീർച്ചയായിട്ടും പ്രാർത്ഥനയ്ക്ക് അതിൽ അതിന് ശക്തി ഉണ്ടെങ്കിലും പെട്ടെന്ന് ഒരു ദിവസം ഒരു കുരിശ് വരെ പ്രാർത്ഥന കിട്ടിയത് കൊണ്ട് ബ്ലെസ്സിങ് ഉണ്ട് അതിനകത്ത്. പക്ഷെ നമ്മുടെ ഉള്ളിലെ പിശാച് വലിയ ഭീകരനാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്നും ഒന്നിൽ നിന്നും പുറത്ത് കിടക്കാൻ പറ്റില്ല. അതങ്ങനെ നിങ്ങളെ വിട്ട് കളയാനൊന്നും പറ്റുന്ന അതല്ല ഒരു പിശാചിന്റെ സ്വാധീനങ്ങൾ. അപ്പം ഞാനെല്ലാം പിശാചിന്റെ തലയിലിടല്ല. നമ്മുടെ സ്വഭാവ വൈകല്യം എന്ന് കൂട്ടിക്കോ, നമ്മുടെ സ്വഭാവത്തിലുള്ള തളക്ക ദോഷങ്ങൾ. ഇപ്പം ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് വല്ലാത്തൊരു ചായ്വ് ഉണ്ടാവും. ആ ചായ്വ് നിങ്ങൾക്ക് അറിയാൻ തെറ്റാണ്, പക്ഷെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ പിന്നെ എന്താ പറയുക, ഒരു പ്രാവശ്യം കൂടെ ചെയ്യാം കുഴപ്പമില്ല, ഒരു പ്രാവശ്യം കൂടെ ചെയ്യാം കുഴപ്പമില്ല. അങ്ങനെ നമ്മളെ തന്നെ ആ പാപത്തിലേക്ക് വിട്ടുകൊടുക്കുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാകുന്നു. പാപം നിങ്ങളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരവസ്ഥയാണത്. നിങ്ങളുടെ ബ്രെയിനിന്റെ എല്ലാ സെല്ലും ഈ പാപത്തിനോട് എസ് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അപ്പം നിങ്ങൾക്കൊരു നോളജ് കിട്ടാണ് ഇത് പാപമാണ്, ഇത് ചെയ്യാൻ പാടില്ല. സോ നമ്മുടെ ബ്രെയിൻ സിസ്റ്റം മുഴുവനും ഇതിന് അനുയോജ്യമായിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം ഇതിന് അനുയോജ്യമായിട്ടാണ് നിൽക്കുന്നത്. ചില മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർ നോർമലാണെന്നും ഓക്കെ ആണെന്നും കരുതുന്ന കാര്യങ്ങളൊക്കെ അവരുടെ സാഹചര്യങ്ങളിൽ നിന്നുള്ള സ്വാധീനം കൊണ്ട് അത് അങ്ങനെ തോന്നുന്നതാണ്. പെർസ്പെക്റ്റീവ്സ് എന്ന് പറയില്ലേ, കാഴ്ചപ്പാടുകൾ, ചിന്താരീതികൾ, അത് പലരും ഡിഫറെൻറ്റാണ്. അപ്പം ഞാനൊരു തെറ്റായ കാര്യത്തിനെ സാരില്ല, അത് ഇപ്പോൾ നോർമലല്ല എന്ന് വിചാരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതവും അങ്ങനെ തന്നെ ആയിരിക്കും ആ പാപത്തിനെ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ശരിയിലേക്ക് വരികയാണ്. സ്പിരിച്വാലിറ്റിയിലേക്ക് വരുമ്പോൾ വിശുദ്ധനായ ദൈവത്തിലേക്ക് വരുവാണ്, പരമപരിശുദ്ധനായ ദൈവത്തിലേക്ക്. വിശുദ്ധി എന്ന് പറഞ്ഞാൽ പോലെ പരിശുദ്ധിയാണ് ദൈവത്തിന്. അപ്പോൾ ആ ദൈവത്തിലേക്ക് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്, ഓ ഇത് പാപമായിരുന്നല്ലേ, ഇത് പാപമാണല്ലേ, അപ്പോൾ ഇത് ദൈവത്തിന് ചേരാത്ത സ്വഭാവമാണല്ലേ. സോ ഇത് നിങ്ങളുടെ കുഴപ്പമാണെന്ന് ഞാൻ പറയില്ല. നിങ്ങളൊരു പുസ്തകം വായിച്ച് പഠിച്ചു, എന്നിട്ട് നിങ്ങളൊരു പരീക്ഷ എഴുതി. ആ പുസ്തകത്തിൽ തന്നെ ഒരുപാട് സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഉണ്ടെന്ന് കരുതാം. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാത്ത ഒരു പരീക്ഷ എഴുതി അവസാനിപ്പിക്കാം? അപ്പോൾ പറ്റത്തില്ല. അത് നിങ്ങൾ പഠിച്ച പുസ്തകം തന്നെ തെറ്റാണ്. അപ്പോൾ നിങ്ങളുടെ അടിസ്ഥാനപരമായി നിങ്ങളിലേക്ക് വന്ന നോളജ് തെറ്റാണ്, നിങ്ങൾ ജനിച്ചു വളർന്ന സാഹചര്യങ്ങൾ തെറ്റാണ്. ഇപ്പം മദ്യപാനി ഒരു അപ്പനെ കണ്ട് വളരുന്ന ഒരു മകനെ സംബന്ധിച്ചിടത്തോളം എടാ കഴിക്കാം, രണ്ടെണ്ണം അടിക്കാൻ വായോ എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമായിട്ട് അവന് തോന്നില്ല. കാരണം അവൻ കേട്ട് വളർന്ന ഒരു സാഹചര്യമാണ്. പക്ഷെ അവൻ വേറെ എവിടെയെങ്കിലും പോയിട്ട് ഇതൊക്കെ ഒരു ശരിയല്ലാത്ത കാര്യമാണെന്ന് എവിടെയെങ്കിലും ഒരു കൺസെപ്റ്റ് അവൻ്റെ തലയിലേക്ക് വന്നാൽ അവൻ തോന്നണം അങ്ങനെയൊന്നും വിളിക്കരുത്, അതൊക്കെ മോശമാണ്, ചീപ്പാണെന്ന് അവൻ ചിന്തിക്കുവാണ്. സോ അത് ആ ഒരു തിരിച്ചറിവ് മനുഷ്യർക്ക് ഉണ്ടാവണം. സോ ഇറ്റ്സ് കൺസെപ്റ്റ്. പാപത്തെക്കുറിച്ചുള്ള ഒരാളുടെ ചിന്താരീതി, പാപത്തെക്കുറിച്ചുള്ള ഒരാളുടെ അറിവ്, കാഴ്ചപ്പാട്, അതിനെ കാണുന്ന രീതി, ഇനി അയാൾക്ക് ദൈവബോധമുണ്ടോ, ദൈവവിശ്വാസമുണ്ടോ, ഇതെല്ലാം ഒരു പാപത്തിനെ അനലൈസ് ചെയ്യുന്ന ഘടകങ്ങളാണ്. നമ്മൾ പെട്ടെന്ന് ഒരാളോട് പോയിട്ട് മോനെ നാളെ മുതൽ നീ വിശുദ്ധനായി ജീവിക്കണം എന്ന് പറയാനൊന്നും പറ്റത്തില്ല. അവൻ്റെ വേരുകളിൽ ആ പാപമുണ്ട്, അവൻ്റെ ബ്ലഡിൽ ആ പാപമുണ്ട്, അവൻ്റെ മാതാപിതാക്കൾ അവരിപ്പോഴും അതിലാണ്, കുടുംബ സാഹചര്യത്തിൽ ഈ പാപമുണ്ട്, അവൻ കണ്ടു വളരുന്ന സാഹചര്യത്തിലും അവൻ്റെ കൂട്ടുകാരിൽ ഈ പാപം ചെയ്യുന്നവരാണ്. സോ എല്ലാ തരത്തിലും പാപത്തിന് അനുകൂലമായ ഒരു സാഹചര്യത്തിൽ ഒരു ആളെ നിർത്തിയിട്ട് അവനോട് വിശുദ്ധനായിട്ട് ജീവിക്കാൻ പറഞ്ഞാൽ അത് അവന് പറ്റത്തില്ലെന്ന് പറയാൻ പറ്റില്ല. ദൈവത്തിലേക്ക് വന്നാൽ അവന് പറ്റും. അവനൊരു ഹെൽപ്പ് ആവശ്യമുണ്ട്, സ്വർഗത്തിൽ നിന്നൊരു സഹായം ആവശ്യമുണ്ട്. അവൻ തന്നെ അത് തിരിച്ചറിഞ്ഞ് എഫേർട്ട് എടുത്ത് പോരാടണം, ഫൈറ്റ് ചെയ്യണം. ഫൈറ്റ് അഗെയിൻസ്റ്റ് ദ സിൻ ഇൻ യു, നിങ്ങളിലുള്ള തെറ്റിന്, ഇവിടെ നിങ്ങളിലുള്ള പാപത്തോട് നിങ്ങൾക്കെതിരെ തന്നെ നിങ്ങൾ യുദ്ധം ചെയ്യണം. ഇപ്പം എനിക്ക് ശീലമായൊരു കാര്യം, എനിക്ക് മദ്യപിച്ച് ശീലമുണ്ടെങ്കിൽ എനിക്ക് ശീലമായൊരു കാര്യം ചെയ്യാതിരിക്കുമ്പോൾ എനിക്ക് കൈ വറക്കാൻ തുടങ്ങും, അല്ലേ, എനിക്ക് അസ്വസ്ഥത ഉണ്ടാവാൻ തുടങ്ങും. ഈ അസ്വസ്ഥത പാപം ഉപേക്ഷിക്കുമ്പോഴും ഉണ്ട്. ഇത് നമുക്ക് പറ്റില്ല, അത് പറ്റില്ല, എന്നെ കൊണ്ട് പറ്റില്ല, എനിക്കിത് വേണം എന്ന് പറയും. ഞാൻ എന്നെ തന്നെ കുറിച്ച് പറയാം. എനിക്ക് ദൈവകൃപയാൽ ഈശോ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തന്നു. കർത്താവിൻ്റെ കരുണ കൊണ്ട് ഞാൻ വീണ്ടെടുക്കപ്പെട്ടു. എന്നാലും എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ എല്ലാ സമയത്തും ഈ പോരാട്ടം ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് എൻ്റെ ഉള്ളിലുള്ള സംഗതിയോടുള്ള എൻ്റെ പോരാട്ടമാണ്, എൻ്റെ ബ്ലഡിലുള്ള സംഗതികളോടുള്ള എൻ്റെ പോരാട്ടമുണ്ട്. ഞാൻ എല്ലാ ദിവസവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാനത് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ കൃപ സ്വീകരിക്കുമ്പോൾ മാത്രമാണ് എനിക്ക് ആ തളക്ക ദോഷങ്ങളോട്
പൊരുതാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഞാനൊന്ന് അശ്രദ്ധമായാൽ ഒരു പക്ഷെ അതെന്നെ ആക്രമിക്കാം. അപ്പോൾ ഞാൻ അത്രയും കോൺഷ്യസ് തന്നെ സ്ട്രെസ് എടുക്കുക എന്നല്ല അതിനർത്ഥം, മറിച്ച് എനിക്കൊരു ബോധമുണ്ട് ഇതെന്നിലുണ്ട്, അല്ലെങ്കിൽ ഈ തിന്മ ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്, അല്ലെങ്കിൽ പിശാച് എന്നെ പ്രയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. സോ ഞാനത് ചെയ്യുന്നില്ല. ഇന്ന് നിരന്തരം തെരഞ്ഞെടുപ്പുകൾ നടത്തുവാണ്. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ലോജിക്കില്ലായ്മ എന്ന് പറഞ്ഞാൽ, ദൈവം വന്നാൽ പിന്നെ താരതമ്യേന നല്ല ജീവിതം നയിക്കുന്ന മനുഷ്യരെ എടുത്ത്, താരതമ്യേന നന്മയുള്ള വിശുദ്ധിയിൽ ജനിച്ചു വളർന്ന കുടുംബ സാഹചര്യത്തിലെല്ലാം ഓക്കെ ആയ മനുഷ്യന്മാരെ എടുത്തിട്ട് എന്തെങ്കിലും ഒരു സുവിശേഷ വേലയ്ക്ക് വിട്ടാൽ പോരെ. ദൈവം അങ്ങനെ ചെയ്യൂല. തള്ളിപ്പറയാൻ സാധ്യതയുണ്ടെന്നുള്ള പത്രോസിനെ വിളിക്കും, വിശ്വാസത്യാഗം ചെയ്യാൻ സാധ്യതയുള്ള ശിഷ്യന്മാരെ വിളിക്കും. ഏത് കുറവുള്ളവരെ മാത്രമാണ് ദൈവം വിളിക്കുക. അത് ദൈവത്തിന് ഒരു എളിമ നിലനിർത്താൻ വേണ്ടിയിട്ടായിരിക്കും. പക്ഷേ ഈ വ്യക്തികൾക്ക് ഈ പോരാട്ടങ്ങളുണ്ട്. ഈ ഏതൊരു വിളിക്കപ്പെടുന്ന വ്യക്തി പൊരുതുന്നുണ്ട്, അയാൾക്കെതിരെ തന്നെ പൊരുതുന്നുണ്ട്, അയാളുടെ ഉള്ളിലുള്ള പിശാചിനോട് പൊരുതുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലൊരു പിശാചുണ്ട്, അത് ഒരിക്കലും ഇല്ലാണ്ടായി പോകുന്നില്ല. അതിങ്ങനെ കുറഞ്ഞും കൂടി ഇങ്ങനെ ഇരിക്കും. അപ്പോൾ എൻ്റെ ഉള്ളിലെ പിശാചിനെ വളർത്തണോ, അതിനെ ചെറുതായിട്ട് തന്നെ നിലനിർത്തണോ എന്ന് ഞാൻ തീരുമാനിക്കും. പക്ഷേ ആ പിശാച് അവിടെ ഉണ്ട്. അപ്പോൾ തളക്ക ദോഷങ്ങളോട്, നിങ്ങളുടെ ഉള്ളിലെ തന്നെയുള്ള പാപത്തോടുള്ള നിങ്ങളുടെ പോരാട്ടങ്ങൾ എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഫൈറ്റ്. അതാണ് ആത്മീയ യുദ്ധം. അതല്ലാതെ ആത്മീയ യുദ്ധം മനുഷ്യരോടുള്ളതല്ല. എന്നെ ഒരാൾ ജോലി തന്നില്ല, അയാളോട് ഞാൻ ആത്മീയമായ യുദ്ധം ചെയ്യാം, പ്രതികാരം എൻ്റെതാണ്. നമ്മുടെ ഉള്ളിലെ പിശാചിനോടുള്ളതാണ് നമ്മുടെ യുദ്ധം. സോ ഈ യുദ്ധം ചെയ്യാൻ ദൈവം ചില ടെക്നിക്കുകൾ ഉപയോഗിക്കും. ഒന്ന്, ഒരു സിനിമയുണ്ട്. ആ സിനിമയ്ക്കകത്ത് ഒരു നല്ല എക്സാമ്പിൾ ആയതുകൊണ്ട് പറയുവാണ്. അപ്പോൾ രജനീകാന്തിൻ്റെ സിനിമയാണ്. അപ്പോൾ രജനീകാന്ത് ഒരിക്കൽ ബീഡി വലിക്കുന്നത് രജനീകാന്തിൻ്റെ അപ്പം കാണുകയാണ്. അപ്പോൾ രജനീകാന്തിനോട് പറയും, അത് ഉപേക്ഷിക്കാനൊന്നും പറയില്ല, മറിച്ച് ഒരു വീട് നിറയെ ബീഡികൾ ഇങ്ങനെ മേടിച്ച് വെച്ചിട്ട് പറയും, ഇത് മൊത്തം വലിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയാൽ മതി എന്ന് പറയും. കുറേ കഴിയുമ്പോൾ അയാളതിനെക്കുറിച്ച് വെറുത്തുപേക്ഷിക്കും. ഇങ്ങനെ ഒരു സംഗതിയുണ്ട്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, നിങ്ങളുടെ ഡിസയർ, നിങ്ങളുടെ ആന്തരിക മനസ്സിൽ കിടക്കണ ആ തീക്ഷ്ണമായിട്ടുള്ള ആ ജ്വരം എന്ന് പറയില്ലേ, ഒരു ആസക്തിയോ ഒരു ഡിസയർ, ഒരു താല്പര്യമോ, നിങ്ങൾക്ക് വേണം എനിക്കത് വേണം എന്നൊന്ന് ആവശ്യമില്ലാതെ നിങ്ങൾ വാശി പിടിക്കില്ലേ. ഇപ്പോൾ തീയിൽ തൊടാൻ വേണ്ടി ഒരു കുട്ടി വാശി പിടിക്കണ പോലെ ചില പാപങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വാശി പിടിക്കില്ലേ, അത് ദൈവം നിങ്ങൾക്ക് തരും. അതിലേക്ക് നിങ്ങളെ ദൈവം പോകാൻ അനുവദിക്കും. അപ്പോൾ നമ്മൾ എന്താ ആഗ്രഹിക്കുന്നു അതിലേക്ക് നമ്മൾ പോവുകയാണ്. പക്ഷെ ദൈവം നിങ്ങളെ തടയില്ല. ദൈവം അവിടെ നിങ്ങളെ തടയപ്പെടുന്നത് ലെറ്റ് ഇറ്റ് ഗോ ചെയ്യും. നിങ്ങളത് ഫേസ് ചെയ്യും, നിങ്ങളത് തെറ്റ് ചെയ്യും. അപ്പോൾ ദൈവത്തിൻ്റെ തലയില്ലാതെ ഇടരുത്, നിങ്ങളുടെ ചോയ്സാണ്. ദൈവം തടഞ്ഞില്ലാത്തേ ഉള്ളൂ. ദൈവം ഇങ്ങനെ ജനതയോട് അങ്ങനെ പെരുമാറുന്നുണ്ട്. നിങ്ങൾക്ക് അത് വായിച്ചാൽ അറിയാം. ജനതയോട് പെരുമാറുന്നുണ്ട്. ഞാൻ അതിനെ വിട്ടുകൊടുക്കും. അവിടെ നാട്ടി വാങ്ങി എല്ലാ പാപത്തിനും ഒരു ആഫ്റ്റർ എഫക്റ്റ് ഉണ്ട്. സോ ഞാനൊരു പാപം ചെയ്യണമെന്ന് വല്ലാണ്ട് എനിക്ക് ആഗ്രഹിക്കുകയാണെങ്കിൽ ദൈവം തന്നെ അനുവദിക്കും. അത് അനുവദിക്കപ്പെടുമ്പോൾ ഞാനത് അനുഭവിച്ച്, അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അനുഭവിച്ച്, അതിൻ്റെ കുറ്റബോധം അനുഭവിച്ച്, അത് 10 പേരറിഞ്ഞ്, അതിൻ്റെ നാണക്കേട് അനുഭവിച്ച്, അവസാനം എൻ്റെ ദൈവമേ ഇനി ഞാൻ ഈ വഴിക്കില്ല, ഞാൻ ഇനി ഇപ്പം എന്താ പറയുക, കുടിച്ച് ചോര തുപ്പറാം, ഇനി ഞാൻ കുടിക്കില്ല. അത് അത്രയും മാരകാവസ്ഥയിലല്ലോ കേട്ടോ, അതൊരു ബാഡ് എക്സാമ്പിൾ ആയിപ്പോയി. എന്നാലും ആഫ്റ്റർ എഫക്റ്റുകളെ അനുഭവിക്കാൻ അനുവദിച്ചുകൊണ്ട് ആ പാപത്തിൽ നിന്ന് ദൈവം നിങ്ങളെ വിട്ടിരിക്കും. അതല്ലാതെ ദൈവം എത്ര പറഞ്ഞാലും നമ്മൾ കേൾക്കാൻ പോകുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത് വേണം, എനിക്ക് ആ പാപം, അത് എനിക്ക് സുഖം, അതൊരു സന്തോഷം. എനിക്ക് പാപം ചെയ്യുമ്പോൾ ഒരു ഇത് കിട്ടുന്നുണ്ട്, ആ ഒരു ലഹരി കിട്ടുന്നുണ്ട്. പാപത്തിന് ഒരു തരം സുഖവും സന്തോഷവും ലഹരിയൊക്കെ തരാൻ പറ്റും. നമ്മൾ അതിന് പുറകെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളത് അനുഭവിച്ചിട്ട് നരകിക്കുമ്പോൾ നമ്മൾ അതിൽ നിന്ന് തിരിച്ചു വരും. അല്ലെങ്കിൽ പിന്നെ നിങ്ങളെ ഇതിനൊന്നും വിട്ടുകൊടുക്കില്ല ദൈവം, മറിച്ച് നിങ്ങൾക്ക് കാര്യങ്ങളെ കാണിച്ചു തരും. ഈ പാപം ചെയ്ത വ്യക്തിയുടെ ഗതി ഇതാണ്, അല്ലെങ്കിൽ ഈ പാപത്തിന് ഇതാണ് ഒരു ആഫ്റ്റർ എഫക്റ്റ് വരാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും ഒരു ഭയം വരും, ഈശോ ഞാനിത് ചെയ്തു കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ സംഭവിക്കാൻ പോകുന്നത്, എൻ്റെ കുടുംബത്തിന് ഇതാണ് സംഭവിക്കാൻ പോകുന്നത്, എനിക്കിതാണ് സംഭവിക്കാൻ പോകുന്നത്, ഇനി ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ മറ്റുള്ളവരുടെ അനുഭവങ്ങളോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും സംഭവിച്ച ചില കാര്യങ്ങളോ നിങ്ങൾക്കൊരു ബോധ്യമായിട്ട് തന്നിട്ട് നിങ്ങളെ വലിയ ഓപ്പറേഷനൊന്നും ചെയ്യാൻ ദൈവം നിൽക്കാതെ നിങ്ങൾക്ക് അറിവുകളായിട്ട് തരും. ഇത് ഇപ്പോൾ പാപത്തിന് നിങ്ങളെ വിട്ടുകൊടുക്കുന്നത് ഒരു ഓപ്പറേഷൻ ചെയ്യുന്ന പോലെയാണ്, ജീവമരണ പോരാട്ടമാണ്. നിങ്ങളതിൽ വല്ലാതെ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും, വില കൊടുക്കേണ്ടി വരും. പക്ഷേ ദൈവം അങ്ങനെ ചെയ്യാതെ എവിടെന്നെങ്കിലും ഒരു അറിവോ നോളജോ ഒക്കെ ആയിട്ട് ദൈവം നിങ്ങൾക്ക് അത് തരും. ഇനി അല്ലെങ്കിൽ ഒരു സഫറിങ് തരും. അപ്പം നിങ്ങൾ ഈ സഫറിങ് നിങ്ങൾക്ക് തരുന്നത് നിങ്ങളെ ശിക്ഷിക്കാനാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. അല്ല, സഫറിങ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ എനിക്ക് ചില കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റില്ല, ഞാൻ പോകുമെന്ന് എനിക്ക് ചുറ്റുമുള്ള ആൾക്കാർ പറയണേ, ഇവളതൊക്കെ ചെയ്യും, ഇവൾക്ക് അങ്ങനെ പറ്റും, അവൾ അങ്ങനെ കുഴപ്പക്കാരിയാണെന്ന് ഇവർ പറയുന്ന പോലെ ഞാൻ ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ തോന്നിയാൽ പോലും ചില കാര്യങ്ങളിലേക്ക് എനിക്ക് പോകാൻ പറ്റില്ല. കാരണം എനിക്ക് മുറിവുകളുണ്ട്, ആ മേഖലയിൽ എനിക്ക് മുറിവുകളുണ്ട്. അതുകൊണ്ട് ചില പാപങ്ങളിലേക്ക് എനിക്ക് പോകാൻ പറ്റില്ല. അപ്പം മുറിവുകൾ ദൈവം അനുവദിച്ചതാണോ എന്ന് വെച്ചാൽ അനുവദിച്ചതായിരിക്കും, എനിക്കത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ മനുഷ്യൻ തന്നെയാണ് തിന്മ ചെയ്യുന്നത്, ദൈവം തിന്മ പ്രവർത്തിക്കുന്നില്ല. പക്ഷേ അത് അനുവദിക്കപ്പെട്ടതായിരിക്കാം. ആ മുറിവുകൾ എനിക്കുള്ളത് കൊണ്ട് എനിക്ക് ഒരു ലിമിറ്റിനപ്പുറത്തേക്ക് ചില പാപങ്ങളിലേക്ക് പോകാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട്. നിങ്ങൾക്ക് ചില ബലഹീനതകൾ ഉണ്ടായിരിക്കും, അത് ദൈവത്തിന് അറിയാം. പക്ഷെ നിങ്ങൾക്ക് മുറിവുകളും ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് അതിലേക്ക് പോകാനായിട്ട് സാധിക്കുന്നില്ല. സോ ആ മുറിവുകൾ നിങ്ങളുടെ രക്ഷയായിട്ട് മാറും. മുറിവുകൾ ഉണ്ടാകുന്ന നല്ല കാര്യമൊന്നുമല്ല, അത് ഡ്രോമ ഉണ്ടാക്കുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. പക്ഷെ നിങ്ങൾക്ക് അത് അത് നിങ്ങളെ തടയും. നിങ്ങൾക്ക് ചില കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റില്ല, നിങ്ങളെ ഭയപ്പെടുത്തും. നിങ്ങളത് ആ ഒരു പാപം ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് പേടി വരാൻ തുടങ്ങും. കാരണം നിങ്ങളെ ട്രിഗർ ചെയ്യും ആ നിങ്ങൾക്കുണ്ടായ മുറിവുകൾ.
പിന്നെ നിങ്ങളുടെ ബലഹീനതകൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വേറെ എന്തിലേക്കെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരും. ഒന്നെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക്. ഇപ്പം എനിക്ക് ഇങ്ങനെ വീഡിയോ ചെയ്യണം, പ്രസംഗിക്കണം എന്ന് എനിക്കറിയാം. സോ അതുകൊണ്ട് ഞാൻ കുറേ കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നുണ്ട്. എനിക്ക് ഇഷ്ടമാണ് അതൊക്കെ ചെയ്യാൻ, പക്ഷെ ഞാനതൊക്കെ ഉപേക്ഷിക്കുന്നുണ്ട്. എനിക്ക് ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ നന്മയായ കാര്യങ്ങളാവണമെന്നില്ല. പക്ഷെ എനിക്ക് അതിനേക്കാളും വിലയുള്ളത് ഇതാണെന്ന് എനിക്ക് തോന്നുവാണ്. എപ്പോഴും അല്ല കേട്ടോ, എനിക്ക് വീഴ്ചകൾ പറ്റാറുണ്ട്. ദൈവനെ അടിച്ച് തിരുത്തി കൊണ്ടുവരുന്നത് കൊണ്ടാണ്. ഞാൻ നല്ല കുട്ടിയൊന്നുമല്ല, ഞാൻ നല്ല സ്റ്റുഡൻറ്റും അല്ല ദൈവത്തിൻ്റെ. ഞാൻ ഒരുപാട് എപ്പോഴും ഇതിലേക്കൊക്കെ പോകാൻ ടെൻഡൻസി ഉള്ള ഒരാൾ തന്നെയാണ്. എനിക്ക് പോരായ്മയുള്ള ഒരാൾ തന്നെയാണ്. പക്ഷേ ദൈവം ഓരോ ചൂരലും പിടിച്ച് അവിടെ നിൽപ്പുണ്ട്. അതുകൊണ്ട് മാത്രം പേടിച്ചിട്ട് ആവശ്യമില്ലാത്തതിലേക്കൊന്നും പോകുന്നില്ല. അതായത് ശ്രേഷ്ഠമായത് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തരും. ഇപ്പോൾ തിന്മ ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതം, ഇപ്പോൾ ഒരു സമൂഹം എപ്പോഴും നീതി വിധിക്കുമല്ലോ. സമൂഹം ഇപ്പോൾ സ്വഭാവ ദോഷമുള്ള ഒരു സ്ത്രീയോടോ ഒരു പുരുഷനോടോ മദ്യപിക്കുന്ന ഒരു പുരുഷനോടോ സമൂഹം ഡീൽ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അത് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് അതൊരു രീതിയാണ്. പക്ഷെ നിങ്ങൾ ബഹുമാനിക്കപ്പെടുകയും വിലമതിക്കപ്പെടുകയും നിങ്ങളൊരു ബെറ്റർ ലൈഫ്, നന്മയെക്കുറിച്ചുള്ള നോളജ് നിങ്ങൾക്ക് തരും. അത് ഇതൊക്കെ ഇല്ലാതിരിക്കുമ്പോൾ സമൂഹം നിങ്ങളെ എങ്ങനെ ട്രീറ്റ് ചെയ്യും? നന്നായി ട്രീറ്റ് ചെയ്യും സമൂഹം. അവന് കഴിവുണ്ട്, അവൻ അറിവുണ്ട്, അവൻ അത് ചെയ്യുന്നുണ്ട്, അപ്പം നിങ്ങളെ നന്നായി ട്രീറ്റ് ചെയ്യും. അപ്പോൾ നന്മ കണ്ടിട്ട് തിന്മയെ നിങ്ങൾ ഉപേക്ഷിക്കും. അങ്ങനെ ഒരു അവസ്ഥയാണ്. നന്മ അനുഭവിക്കണം നിങ്ങൾ. എക്സ്പീരിയൻസ് ഇങ്ങനെ ചെയ്യുമ്പോൾ അക്സെപ്റ്റൻസ് കിട്ടുന്നുണ്ട്, റെസ്പെക്ട് കിട്ടുന്നുണ്ട്, മദ്യപിക്കാതിരിക്കുമ്പോൾ റെസ്പെക്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പം അത് നിങ്ങൾക്കൊരു ബോധ്യമായിട്ട് തന്നിട്ട് ഇതിനെ നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ പറ്റും. ഇങ്ങനെ പലതരം ടെക്നിക്കുകൾ ദൈവത്തിൻ്റെ ഭാഗത്തുണ്ട്. ഇത് പലതും ദൈവം എൻ്റെ അടുത്ത് പരീക്ഷിക്കാറുണ്ട്. അപ്പം എനിക്കതിനെക്കുറിച്ച് അറിയാം. ഞാനിതെല്ലാം എൻ്റെ എക്സ്പീരിയൻസുകളാണ് കേട്ടോ. ഇതൊന്നും ഞാൻ കഥയിൽ നിന്ന് പറയുന്നതല്ല, ഇതെല്ലാം എൻ്റെ എക്സ്പീരിയൻസ് ആണ്. ചില സമയങ്ങളിൽ ദൈവനെ വിട്ടുകൊടുത്തിട്ടുണ്ട്. ഞാനതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അനുഭവിച്ച് അവസാനം കർത്താവേ കാര്യം തോന്നനെ തെറ്റിപ്പോയേന്ന് നിലവിളിക്കും. അപ്പം നാണമാനോ ഇല്ലാതെ ഞാൻ മടങ്ങി വരും. അപ്പോൾ ധൂർത്തപുത്രൻ്റെ അപ്പനെ പോലെ കർത്താവ് എന്നെ വന്ന് ഇറക്കിക്കൊണ്ട് വന്നിട്ട് ഓക്കെ പിന്നെയും അതേ സ്നേഹം ഇത് തരും. ഞാൻ അവസാനത്തെ ഒരു പതിനോട് ശ്രേഷ്ഠമായത് തിരഞ്ഞെടുക്കാൻ ഒരു പ്രേരണ തരും. അതായത് ശ്രേഷ്ഠമായത് ഇതൊക്കെ വില കുറഞ്ഞ കാര്യങ്ങളാണെന്നേ. ഇപ്പം ഒരു ടെമ്പററി ഇമോഷൻ ആണെന്നേ. എളുപ്പമല്ല കേട്ടോ, പക്ഷെ അതൊരു ഫൈറ്റ് തന്നെയാണ്. എനിക്കറിയാം ശ്രേഷ്ഠമായത് ഏതാണ്, പക്ഷെ എനിക്ക് അത് വേണ്ട. എനിക്ക് ഈ ചീഞ്ഞ നാരി സാധനം തന്നെ മതി എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. നമുക്ക് ഈ പാപത്തിൻ്റെ സുഖം മതി, എനിക്ക് മഹത്വമൊന്നും വേണ്ട, നന്മയൊന്നും വേണ്ട, എനിക്ക് പാപത്തിൻ്റെ സുഖം മതി. നമുക്ക് വില കുറഞ്ഞ കാര്യങ്ങളാണ് വേണമെന്ന് തോന്നുന്നത്. പക്ഷെ ദൈവം എപ്പോഴെങ്കിലും ശ്രേഷ്ഠമായത് തിരഞ്ഞെടുക്കാൻ നമ്മളിങ്ങനെ പേടിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ എപ്പോഴും ഇന്ന് കൂടി തുറന്നപ്പം കർത്താവ് വിടുന്ന ശ്രേഷ്ഠമായത് തിരഞ്ഞെടുക്കുക, ഉന്നതത്തിലുള്ളവ അന്വേഷിക്കുക. അപ്പോൾ മറ്റെന്തിലേക്കെങ്കിലും നിങ്ങളെ കൊണ്ടുപോയിട്ട് ഈ കാര്യത്തിന് നിങ്ങൾ ശ്രദ്ധ കിട്ടാത്ത വിധം അവഗണിക്കുന്ന തരത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. ഇതുപോലെ ഒരുപാട് ടെക്നിക്കുകൾ ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. ദൈവം നിങ്ങളെ ആത്മാവിൽ പരിശീലിപ്പിക്കും. ഇതിനെന്താ പറയുന്നത്? തഴക്ക ദോഷങ്ങളോടുള്ള നിങ്ങളുടെ പോരാട്ടം. അതായത് ഈ ടെക്നിക്കുകളൊക്കെ ഞാൻ എന്തിനാ പറഞ്ഞത്? അതായത് നിങ്ങളിലുള്ള പാപാവസ്ഥകളോട് ദൈവം നിങ്ങളെ പൊരുതാൻ നിങ്ങളെ എങ്ങനെയൊക്കെയാ പഠിപ്പിക്കുക എന്നാണ് പറഞ്ഞത്. മൂല്യമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരും. തിന്മയുടെ ആഫ്റ്റർ എഫക്റ്റുകളെ കുറിച്ചുള്ള നോളജ് തരും. തിന്മയുടെ ആഫ്റ്റർ എഫക്റ്റുകൾ, തിന്മയ്ക്ക് നിങ്ങൾ വിട്ടുകൊടുക്കും. പിന്നെ ദൈവം ചില സഫറിങ്ങിൻ്റെ മേഖലകൾ തരും, ആന്തരിക മുറിവുകളുടെ മേഖലകൾ തരും. എങ്ങനെ ഇത് ഇവിടെ കൊണ്ട് നിൽക്കില്ല, ഇത് കുറേ ഉണ്ട്. എങ്ങനെ ഒരു ആത്മാവിനെ തിരിച്ചു പിടിക്കാം, അതെല്ലാം ദൈവം പരീക്ഷിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് 30-ാമത്തെ വയസ്സിൽ രക്ഷ കിട്ടണമെന്നോ യാതൊരു നിർബന്ധമില്ല. അല്ലെങ്കിൽ 30-ാമത്തെ വയസ്സിൽ അവൻ നന്നാവും ഇവൻ നന്നാവും ഒന്നും പറയാം. ദൈവം എപ്പോഴും നിരന്തരം നമ്മുടെ ആത്മാവിനെ രക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് രക്ഷ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി നിരന്തരം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവമുണ്ട്. അത് പല രീതിയിലായിരിക്കാം. അടിച്ചാലും ദൈവം നിങ്ങളെ ഉപേക്ഷിക്കില്ല. ഒരു കൈ നിങ്ങളെ ഇങ്ങനെ പിടിച്ചിട്ടാണ് നിങ്ങൾ അടിക്കുന്നത്. സോ വല്ലാണ്ട് അടിയൊന്നും വാങ്ങാണ്ട് നന്നായി ജീവിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ കഴിവുകൊണ്ട് നമുക്ക് പറ്റൂല. തളക്ക ദോഷങ്ങളിൽ നിന്നുള്ള രക്ഷ പറ്റൂല, നമ്മളെ കൊണ്ട് പറ്റൂല. നമ്മുടെ ബ്രെയിനും നമ്മുടെ ബോഡിയും നമ്മുടെ ബ്ലഡും ഒക്കെ ഈ പാപത്തിനോട് യെസ് പറഞ്ഞാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിതൊരു വലിയ സ്ട്രഗിളാണ്. മുകളിൽ നിന്നൊരു തീ ഇറങ്ങണം, പരിശുദ്ധാത്മാവ് വരണം. ആ തീ മാത്രമാണ് നിങ്ങളെ രക്ഷിക്കാൻ പോകുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ മദ്യം നിർത്തുമ്പോൾ കൈ വറക്കണ പോലെ പാപം ചെയ്യാൻ വേണ്ടി നമ്മുടെ കൈ ഇങ്ങനെ വറക്കും. എനിക്കത് മതി എന്ന് പറയും. മുകളിൽ നിന്നൊരു തീ ഇറങ്ങുവാണെങ്കിൽ കൃപ കിട്ടി. ഇനി ഒരിക്കൽ തീ ഇറങ്ങിയത് കൊണ്ട് ഓക്കെ ഞാൻ ഈ പാപത്തിൽ നിന്ന് വിടുന്നത്, എനിക്ക് ഒരുപാട് മാറ്റം വന്നു. ഇപ്പോൾ ഒരു 100% നിൽക്കുന്ന ഒരു പാപം 60% ഒരു പ്രാവശ്യം പരിശുദ്ധാത്മാ സ്നാനം കിട്ടിയാൽ നിങ്ങൾക്ക് മാറും. പക്ഷേ ആ 40% അവിടെ തന്നെയുണ്ട്. അത് നിങ്ങൾ നിരന്തരം ശ്രമിക്കണം. എഫേർട്ട് ഇട്ട് കൃപ നേടി എല്ലാ ദിവസവും കൃപ കണ്ടെത്തി എല്ലാ ദിവസവും പ്രാർത്ഥിച്ച് നിങ്ങളത് അവസാനം വരെ കൊണ്ടുപോകണം. എപ്പോൾ വേണമെങ്കിലും പിശാച് നിങ്ങളെ വഴിതെറ്റിക്കാം. എപ്പോൾ വേണമെങ്കിലും പിശാച് നിങ്ങളെ ആ പാപത്തിലേക്ക് കൊണ്ടുവരാം. കാരണം അത് നിങ്ങൾ എഴുതി കൊടുത്തിട്ടുള്ളതാണ്. ആരോ എഴുതി കൊടുത്തിട്ടുണ്ട് ഈ പാപത്തിൻ്റെ മേലെ ഈ വ്യക്തിക്ക് സ്വാധീനം ഉണ്ടെന്ന്, ഈ വ്യക്തി ഈ പാപത്തിനുള്ളതാണെന്ന്. അതിൽ നിന്ന് പേര് നമ്മുടെ വെട്ടിച്ച് യേശുവിൻ്റെ നാമത്തിന് കീഴിൽ നമ്മുടെ പേര് എഴുതുക എന്ന് പറയുന്നതിന് ഒരു എഫേർട്ട് ഉണ്ട്. അതിൽ പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിക്കുക, മാതാവിനോട് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ സഹായിക്കും. ആമേൻ.